തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമായിരിക്കുന്ന സന്ദർഭങ്ങളിലും വചനം പ്രസംഗിക്കുവാനുള്ള കർത്താവിൻ്റെ വിളി ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അധികമാരും കടന്നു ചെല്ലാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ ഭയപ്പെടുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും അവിടെയുള്ള ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെച്ചു കൊടുത്ത് അനേകരെ ക്രിസ്തുവിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ ശുശ്രൂഷകൻ ബ്രദർ സണ്ണി കാട്ടൂക്കാരൻ തൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. താങ്ക് യു. എല്ലാവരും വളരെ സേഫ് സോണിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പോയി സുവിശേഷം പ്രസംഗിക്കാൻ താല്പര്യപ്പെടുമ്പോൾ അങ്ങ് അധികമാരും കടന്നു ചെല്ലാൻ അത്രയധികം ആഗ്രഹിക്കാത്ത ആദിവാസി മേഖലകൾ, വടക്കേന്ത്യയിൽ ഭാഷ, ഭക്ഷണം, കാലാവസ്ഥ എല്ലാം തികച്ചും പ്രതികൂലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോകാൻ അങ്ങേക്കുണ്ടായ പ്രചോദനം എന്താ? ഞാൻ ഓർക്കുകയാണ് 1991 ആരംഭകാലത്ത് നമ്മുടെ ഒരു വചനപ്രാസംഗികനായ ബ്രദർ തോമസ് പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനം കാൽവരി ആശ്രമത്തിൽ കൂടെ ഉണ്ടായി. അന്ന് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളെല്ലാം വിവരിച്ചു. വിളവ് അധികമാണ്, വേലക്കാരില്ല, നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ സുവിശേഷകരുണ്ട്, പക്ഷെ അവിടെ ഒന്നുമില്ല, വളരെ കുറവ്, തുച്ഛം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ശകലമെങ്കിലും ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ താഴെ കമഴ്ന്ന് കിടക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനൊരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക, 4 ദിവസത്തെ ധ്യാനം, കാൽവരി ആശ്രമം, തൃശ്ശൂർ. ഞാനന്ന് ഓർക്കുക, ഒരു 3-4 പേരാണെന്ന് 400 പേരിൽ കമഴ്ന്ന് കിടന്ന്, അതിലൊരാൾ ഞാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അയക്കണം, ഞാൻ തയ്യാറാ. അവിടെ താങ്കൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെയോ മറ്റ് യാത്രാ സൗകര്യങ്ങളെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പരിമിതികളുണ്ട്. ഞാനവിടെ കമഴ്ന്ന് കിടന്ന് ഇങ്ങനെയാ പറഞ്ഞത്, കർത്താവ് എന്നെ അയക്കണം, എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം, പണ്ട് ബോംബെയിലുണ്ടായിരുന്നു കുറച്ചു കാലം. ഞാൻ ശരിക്കും കരഞ്ഞു അവിടെ കമഴ്ന്ന് കിടന്ന്. അതിനുശേഷം ദൈവം എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. ഞാനിപ്പോൾ ഒരു 5-6 സ്റ്റേറ്റിലേ പോകാനുള്ളൂ. എങ്ങനെയാണ് ഈ വടക്കേന്ത്യയിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടത്? വാതിലുകൾ തുറക്കപ്പെട്ട് ഞാൻ ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അതിലുപരിയായിട്ട് വീഡിയോസൊക്കെ ഈയിടെ ആയിട്ടല്ലോ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ, അതിനുപരിയായിട്ട് എന്നെ ചില അച്ഛന്മാരെന്നെ അറിഞ്ഞ് സംസാരിച്ച് ഹിന്ദി അറിയാമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ റൂട്ടിലാണ് കൊണ്ടുപോയിരുന്നത്. അവിടുന്ന് പിതാക്കന്മാർ വിളിക്കും, വൈദികർ വിളിക്കും, അങ്ങനെയാണ് ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുന്നത്. 91 കാലഘട്ടത്തിലാണല്ലോ ഈ തോമസ് പോൾ ബ്രദറിന്റെ ഈ ധ്യാനം കൂടുന്നത്. അതിനു മുമ്പ് തന്നെ നവീകരണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു? അതിനു മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നവീകരണത്തിൽ വന്നത്. 32 വർഷം ആവുന്ന എൻ്റെ അറിവിൽ. ശരി. അതിനുശേഷമാണ് ഈ ഇങ്ങനൊരു ധ്യാനാനുഭവം ഉണ്ടാകുന്നത്? അതെ. അതിനുശേഷം ഡൽഹിയിൽ ഞാൻ മലയാളം ധ്യാനിപ്പിക്കാൻ പോകാറുണ്ടായിരുന്നു. ഡൽഹിയിൽ ജീവൻ ജ്യോതി ധ്യാന മന്ദിരത്തിന്റെ രൂപതയുടെ ധ്യാന മന്ദിരമാണ്. അപ്പോൾ അവിടെ ഒരിക്കൽ ഈ ധ്യാനം കൂടിയതിനു ശേഷം ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഒരു ഹിന്ദി ടു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ മലയാളം ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ ഹിന്ദിയിൽ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വ്യാപിച്ചു. ദൈവം അങ്ങനെ കൊണ്ടുപോയി എന്നെ. ഈ ഫുൾ ടൈമർഷിപ്പിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം എന്തായിരുന്നു? അതായത് ഞാൻ ജോലി ചെയ്യുമായിരുന്നു, പക്ഷെ ധ്യാനത്തിന്റെ തിരക്ക് കൂടിയപ്പോൾ ജോലിയിൽ ലീവിൽ പ്രശ്നങ്ങളായി. എന്ത് ജോലിയായിരുന്നു? ഞാൻ ഈ LPG വലിയ ട്രക്ക് ഓടിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ശരി. അതിനു മുമ്പ് ഒരു കമ്പനിയിലായിരുന്നു. അങ്ങനെ ഇവിടെ ധ്യാനങ്ങൾ തിരക്ക് കൂടിയപ്പോഴാണ് ഈ ട്രക്ക് ഓടിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ശീലമുണ്ട്? ഉണ്ട്. അങ്ങനെ ഇപ്പൊ പോകുന്ന ആ സ്ഥലങ്ങളിലേക്കൊന്നല്ല, കർണാടക, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമായിരുന്നു പണ്ട്. പക്ഷെ പിന്നീട് ഇപ്പൊ എല്ലായിടത്തും ഒരു ഇതൊക്കെ പോകാൻ തുടങ്ങി. ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ അവിടേക്ക് ഇപ്പൊ പലയിടത്തും പല പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ ഈ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഈ ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിലൊക്കെയാണല്ലോ അങ്ങ് കൂടുതലായിട്ടും
സുവിശേഷം പറയുന്നത്. എങ്ങനെയാണ് അങ്ങയുടെ വചനപ്രഘോഷണ ശുശ്രൂഷ രീതി എങ്ങനെയാ? അതായത് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും, ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ ഒരു സംരക്ഷണം എനിക്ക് അങ്ങനെ നേരിട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ചില അസ്വസ്ഥമായ ചില സംഘടനകളൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷനാണ് അത്. കർത്താവ് പറഞ്ഞില്ലേ, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. ആ വചനത്തിന്റെ വലിയൊരു സത്യം ഞാൻ അനുഭവിച്ചറിയാം. എവിടെ പോകുമ്പോഴും ഈശോ വഴി തുറക്കുക, പ്രത്യേകം സംരക്ഷിക്കുക ദൈവം. ഇപ്പൊ പല സ്ഥലത്തും പോയി. ഇനിയിപ്പോ നാളെ പോകാനിരിക്കുക ഛത്തീസ്ഗഡില് ജഗദൽപൂർ രൂപതയിൽ 2 ധ്യാനങ്ങളുണ്ട്. ഹിന്ദിയിലാണ്. ആ ധ്യാനം കഴിഞ്ഞ പിന്നെ ഒറീസ മിഷൻ, ഒറീസയില് ഞാൻ പോവും. അവിടെയുണ്ട് ഒരു ധ്യാനം 3 ദിവസം. ഈ ഭാഷയും സംസ്കാരവും ഭക്ഷണ രീതികള്, കാലാവസ്ഥ ഒക്കെ വളരെ വിഭിന്നമായിരിക്കുമല്ലോ കേരളത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരോട് എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഈശോയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, ഈശോയിലൂടെയുള്ള രക്ഷയെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? അവരിൽ പലരും ആദ്യമായിട്ടായിരിക്കുമല്ലോ സുവിശേഷം കേൾക്കുന്നത് തന്നെ. അതായത് ഞാൻ അവിടെ ചെന്നാൽ പറയുന്ന ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തു നമ്മളെ ശിക്ഷിക്കാൻ വന്നതല്ല. യേശു ദൈവമാണ്. आकाश के नीचे पृथ्वी में मनुष्यों का मुक्ति के लिए दूसरा कोई नाम नहीं. ആകാശത്തിന് കീഴെ ഭൂമിയിലെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏകനാമം യേശു നാമം. ആ യേശു ഒരിക്കലും ശിക്ഷിക്കാൻ വന്നതല്ല. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, ദൈവം തന്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാ. അപ്പോ ഈ ജനത്തിന്, ഇവർക്ക് ഒരു ദൈവഭയം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് വല്ലാത്ത പേടിയാ. ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാ. നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ ആ പാപം ഓർത്ത് വെച്ച് പാപത്തിന് ശിക്ഷ തരുന്നൊരു ദൈവമാണെന്ന്, തലമുറകളെ ശിക്ഷിക്കുന്ന ദൈവം എന്നൊക്കെയുള്ള ആ ഒരു അറിവുകൾ അവർക്ക് ഉണ്ടാവുമല്ലോ. ഉണ്ട്. അപ്പൊ അവരോട് പറയുന്നത്, നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുക, ഇനി കുമ്പസാരമുള്ളവർ നിങ്ങൾ കുമ്പസാരിക്കുക. അല്ലേ, ഈ ആദിവാസികളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഈ ക്രിസ്തീയ ചര്യകളൊന്നും അവർക്ക് അറിഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ കുമ്പസാരവും കാര്യങ്ങളൊക്കെ നല്ലപ്പോഴായിരിക്കുമല്ലോ അവർ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ അവരോട് സുവിശേഷം പറയുകയാണല്ലോ, ദൈവം നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്കെതിരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും പുതിയൊരു അറിവ് എന്നുള്ളതിലുപരി അവർക്കതൊരു വലിയ സമാധാനവും ഒരു ആശ്വാസവും ഒക്കെ ആയി തീരുകയല്ലേ. വലിയ ആശ്വാസമാണ്. ഇവര് കൂടുതൽ ഈ മന്ത്രവാദത്തെ, കൂടോത്രത്തെയൊക്കെ ഭയപ്പെടുന്നവരാണ്. നമുക്കെതിരെ ആരെങ്കിലും മന്ത്രവാദം ചെയ്താൽ അത് ഏൽക്കും. നമ്മളെ നശിപ്പിക്കാൻ മനുഷ്യന് സാധിക്കും, മന്ത്രവാദ സാത്താനിക ശക്തി കൊണ്ട് സാധിക്കും എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര്. അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഒരു പേടി കൊണ്ടുള്ള വിശ്വാസം അത്. അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ അവരുടെ ആ ഒരു പേടി മാറാനായിട്ട് ഇപ്പൊ സംഖ്യയുടെ പുസ്തകത്തിലുണ്ട് 23-ാം അധ്യായം 23-ാമത്തെ തിരുവചനം, യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കില്ല. ഇസ്രായേൽ എന്ന് ഇവിടെ ബൈബിൾ ഉദ്ദേശിക്കുന്നത്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, നീ ആ ഗണത്തിൽ പെട്ട് കഴിഞ്ഞു. അപ്പൊ നിനക്ക് ഈ മന്ത്രവാദം ഏൽക്കില്ല, നിനക്ക് ഈ കൂടോത്രം ഏൽക്കില്ല. അങ്ങനെയുള്ള വചനം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസം. പിന്നെ അവർ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അതായത് ഈ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടി കുരിശിൽ മരിക്കാൻ വരെ തയ്യാറായ ദൈവമാണ്. യെസ്. അല്ല, ഇന്നും ഇപ്പൊ ഞാൻ ഇന്നാൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, ഛത്തീസ്ഗഡ് ജഷ്പൂര്, തീർത്തും ഈ ഗോത്രവർഗക്കാരും ആദിവാസികളായ ദൈവമക്കൾ താമസിക്കുന്ന സ്ഥലം. അവിടെ വളരെ കാട്ടിലായിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നു 4 ദിവസം. അപ്പോൾ ഒരു സ്ത്രീ, ഒരു ആദിവാസി സ്ത്രീ, അവര് ഹല്ലേലൂയ പറയുമ്പോൾ വളരെ ഓളിയിട്ട് വളരെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയും, എല്ലാറ്റിനും ഉത്തരം പറയും. അവരിങ്ങനെ ദൈവത്തെ സ്തുതിക്കുക, ഒത്തിരി സ്നേഹിക്കുക. അപ്പൊ ഞാൻ ആ സ്ത്രീയെ കുറിച്ച് അവിടുത്തെ ഉള്ള ഒരു സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഇവർ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ്, വളരെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ദൈവത്തെ വലിയ ഇഷ്ടം. 2-ാമത്തെ ദിവസം ഞാൻ ഈ സ്ത്രീയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. ഒരു ആദിവാസി സ്ത്രീ, ഒരു 50-55 വയസ്സുണ്ടാവും. താങ്കൾ എന്തുകൊണ്ടാ ദൈവത്തെ ഇത്രയും സ്നേഹിക്കുന്നത്? താങ്കൾ ഉറക്കെ സ്തുതിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയൊക്കെ, ജയ് യേശു ഉറക്കെ പറയുന്നു. എന്തുകൊണ്ടായത്? നിങ്ങൾ വളരെ ദുരിതത്തിലാണെന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾക്ക് ആരുമില്ല, ഒറ്റയാണ്, വീട്ടില് ബുദ്ധിമുട്ടാണ്.
ഉടനെ അൾത്താരയ്ക്ക് മുകളിലുള്ള യേശുക്രിസ്തുവിൻ്റെ ആ തൂങ്ങപ്പെട്ട ഒരു രൂപം ഉണ്ട് അവിടെ ആ പള്ളിയിൽ. അതിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ആ സ്ത്രീ പറഞ്ഞ കാര്യം, സണ്ണി ഭയ്യ മേരാ യേശു മേരാ അഭിശാപ് ഉൻക ഊപ്പർ ലേ ലിയ. എൻ്റെ യേശു എൻ്റെ ശാപം സ്വയം ഏറ്റെടുത്തു. ഈ ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്. ദൈവം തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ച ദിവസമാണ് ക്രിസ്മസ്. അത് നമ്മുടെ ശാപം ഏറ്റെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഇങ്ങോട്ട് അയച്ചു. അങ്ങനെ യേശു മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ട് പ്രസവിച്ചു. മാതാവ് വളർന്ന് ഈശോ കുരിശുമരണം സ്വീകരിച്ചു. അന്ന് ആദിവാസി സ്ത്രീ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ അവർക്ക് ഈ ജ്ഞാനം കിട്ടിയത് ഇന്നത്തെ മിഷണറിമാരും ഇന്നത്തെ വൈദികരും ഇന്നത്തെ സിസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട് കേട്ടോ, മലയാളികളായിട്ടുള്ളവരും. ഈ സത്യം വിളംബരം ചെയ്യാം. യേശു നിനക്ക് വേണ്ടി മരിച്ചു. നിനക്ക് വേണ്ടി മരിക്കാനുള്ള യേശു ക്രിസ്തു ഭൂമിയിൽ ജനനം എടുത്തതാണ് ഈ ക്രിസ്മസ്. അതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയം കൊണ്ട് തന്നെയല്ല, ഒത്തിരി പേര് ഈ സത്യം ഗ്രഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇത് വലിയൊരു നഗ്ന സത്യമാണ്. അത് ഇന്ന മതം എന്നില്ല. അത് ആര് വിശ്വസിക്കുന്നോ, യേശു എനിക്ക് വേണ്ടി സ്വയം ശപിക്കപ്പെട്ടവനായി എന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ ആ വ്യക്തി ശാപമോക്ഷം കിട്ടിയ വ്യക്തിയാ. ഞാൻ അത് മനസ്സിലുറപ്പിച്ചൊരു കാര്യമാണ്. എങ്ങനെ ഇന്നലെ വരെ ദൈവത്തെ തള്ളി പറഞ്ഞവനോ ദൈവത്തെ തെറി പറഞ്ഞവനോ എങ്ങനെ ആയിക്കോട്ടെ, ഏത് മഹാഭാവിയും ഇന്ന് എൻ്റെ ഈശോയെ നീ എനിക്ക് വേണ്ടിയാ മരിച്ചത്. അതായത് യെശയ്യാ 53:4 മുതൽ പറയുന്നുണ്ട്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ചുമന്നു, നമുക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെ അവൻ നിർനിമേഷനായി നിന്നു. ഒരക്ഷരം ഉരിയാടിയില്ല. നമ്മുടെ പാപങ്ങൾ ദൈവം അവൻ്റെ മേൽ ചുമത്തി. അപ്പൊ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാന്ന് ഏത് മഹാപാപിയായാലും എന്നോടുള്ള സ്നേഹത്തെ പ്രതി, എന്നോടുള്ള ആ സ്നേഹത്തെ നമുക്കൊന്ന് മറന്നേക്ക് കാണിച്ചു തരാൻ വേണ്ടി. കുരിശിൽ തറച്ചാൽ പോലും സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ വേണ്ടി. അതാണ് ഞാനും ഈശോയെ സ്നേഹിക്കാൻ ഈ ഒറ്റ കാരണമാണ്. എൻ്റെ പെങ്ങള് ഒരു വ്യക്തി, എനിക്ക് 3 പെങ്ങന്മാരാ. ഒരു പെങ്ങള് വചനം പ്രസംഗിക്കുന്നുണ്ട്, ജെസ്സി. എന്നേക്കാൾ 1 വർഷം മുൻപ് അവള് നവീകരണത്തിൽ വന്ന് അവള് വചന പ്രസംഗം തുടങ്ങി. അവള് പ്രസംഗിക്കാതിരിക്കാൻ ഞാൻ ബോംബെയിലാണ് ജോലി. ബോംബെയിൽ നിന്ന് നാട്ടിൽ ലീവിലേക്ക് വരുമ്പോ എന്റെ പെങ്ങളെ ഞാൻ മുറിയിലിട്ട് പൂട്ടുമായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഞാൻ അവളോട് പറയും, നീ പ്രസംഗിക്കാൻ പോകരുത്, നീ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാ. അതിനുവേണ്ടി അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്നേ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സഹോദരി പോകുമായിരുന്നു. അപ്പൊ നീ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാ, നീ എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് കൈ കാലൊക്കെ ഉയർത്തി വചനം പ്രസംഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാലും എന്റെ കണ്ണു വെട്ടിച്ച് അവള് പോകാറുണ്ട് പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഞാൻ അവളെ മുറിയിലിട്ട് പൂട്ടും. ഏത് പ്രായത്തിലാ പെങ്ങളിങ്ങനെ 31 വർഷം മുൻപ്, 32 വർഷമായി ഞാനിപ്പോ ഈ നവീകരണത്തിലേക്ക് വന്നിട്ട്. അതിന് മുൻപ് അവള് യേശുവിനെ അറിഞ്ഞ് യേശുവിനെ പ്രസംഗിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയാ. അപ്പൊ ഞാൻ ഇവള് പോവാതിരിക്കാൻ മുറിയിലിട്ട് പൂട്ടും. ഞാൻ ഒരിക്കൽ എൻ്റെ പെങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ പണ്ടൊരു ധ്യാനമന്ദിരം ഉണ്ടായിരുന്നു, കാച്ചേരി അടുത്ത് മഡോണ എന്ന ഒരു ധ്യാനമന്ദിരം. ഇന്നത് സെമിനാരിയാന്ന് തോന്നുന്നു. ആ ധ്യാനമന്ദിരത്തില് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി അച്ഛൻ, ഇപ്പോൾ ഒല്ലൂര് ഫൊറോന വികാരിയ അച്ഛനാണ് ധ്യാനഗുരു. അങ്ങനെ അച്ഛനും ജെസ്സി ഉണ്ട്, അതിൽ പെങ്ങളുണ്ട്, പിന്നെ വേറെ 1-2 പേര്. ആ ധ്യാനത്തില് ഞാൻ ഒരിക്കൽ എൻ്റെ പെങ്ങളെ പരീക്ഷിക്കാൻ പോയതാ 32 വർഷം മുൻപ്. അവളെന്താ പറയുന്നത്? ഞാൻ അതുകൊണ്ട് അവളോട് പറഞ്ഞു, നീ ഇന്ന് പോയിക്കോ, പക്ഷെ ഇനി പോരുത്, ഈ ഒരു തവണ പോണം എന്നും പറഞ്ഞ് അവള് പോയി. അതിൻ്റെ പിന്നാലെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനും ഒന്ന് പോട്ടെ, അവൾ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ കേൾക്കാൻ പോയതാ. അവിടെ വെച്ച് എൻ്റെ പെങ്ങള് വരുന്നത് കാത്ത് ഞാൻ ആ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലിരിപ്പാ. പെങ്ങളല്ല വന്ന്, ഈ ആന്റണി ചിറ്റിലപ്പള്ളി അച്ഛനാ വന്ന്. അച്ഛൻ അന്ന് പറഞ്ഞു, മക്കളെ നിങ്ങളെയൊക്കെ ദൈവം വിളിച്ചിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എന്നെ മാത്രം ദൈവം വിളിച്ചിട്ടല്ല വന്ന്, ഞാൻ എൻ്റെ പെങ്ങളെ പരീക്ഷിക്കാന്ന് വന്ന്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയൊക്കെ ദൈവം സ്നേഹിക്കുന്നുണ്ട്.
അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വളരെ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലൊക്കെ വളർന്നൊരു കുടുംബമാണ്. എൻ്റെ അപ്പം നല്ല മനുഷ്യനായിരുന്നു. അപ്പം മരിച്ചുപോയി, കൊല്ലങ്ങളായി. പക്ഷേ ഇന്നും പണ്ട് കാലത്തൊക്കെ അനേകം കുടുംബങ്ങളെ തകർത്തിരുന്ന ആ ഒരു മദ്യപാനത്തിൻ്റെ അസ്വസ്ഥതയിൽ എൻ്റെ അപ്പനും വീണിരുന്നു. അപ്പൻ നല്ല മനുഷ്യനാണ്, കുടിക്കാത്ത സമയത്ത് നല്ല വ്യക്തിത്വം. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ അസ്വസ്ഥമായ ഒരവസ്ഥയാണ്. അങ്ങനെ ആ അവസ്ഥയിൽ വളരെ ദാരിദ്ര്യം ഉള്ള വീട് പോയി, എല്ലാം നശിച്ചു. വാടക വീട്ടിൽ അഭയം തേടി 7 മക്കള്, 6ാമത്തെ മോനാ ഞാൻ. അപ്പനെ പോലെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പിടിച്ചില്ല. എന്നെ മാത്രം ദൈവം സ്നേഹിക്കുന്നില്ല. അച്ഛൻ പറയുന്നതിന് ആന്റി ആയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് അച്ഛൻ്റെ മുഖഭാവം മാറിയിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ദൈവം കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അതെനിക്കൊരു പുതിയ അറിവാ. മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവം കരയുന്നു. എൻ്റെ അറിവിൽ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്, പാതിരാത്രികളിൽ എൻ്റെ അമ്മ ആ വാടകപ്പുറയിലിരുന്ന് കുരിശുരൂപത്തിൻ്റെ മുമ്പിലിരുന്ന് കൈ വിരിച്ച് പിടിച്ചൊരു ബൈബിളും തുറന്നു വെച്ച് കരയുന്ന കാഴ്ച എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അപ്പം ഞാൻ അന്ന് പാതിരാത്രിയൊക്കെ വാഷ്റൂമിൽ പോകുമ്പോൾ അമ്മ അങ്ങനെ ഇരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരയുന്ന കാണാറുണ്ട്. അപ്പം ഞാനന്ന് ദേഷ്യത്തോടെ ചോദിക്കും, അമ്മ ലോകം മുഴുവൻ കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മ മാത്രം പണ്ട് മരിച്ചൊരു ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞിട്ട് ആര് കാണാനാ? വെറുതെ സമയം കളയില്ല, അമ്മ കിടന്ന് ഉറങ്ങുക. ആ കൊച്ചുനാളിൽ ഞാൻ ചോദിക്കും. അന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു, മോനെ, ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണൂടാ. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാനൊരു കുപ്പിയിൽ ശേഖരിക്കും, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണി വെക്കും, എന്തെങ്കിലും പ്രതിഫലം തരും. ആ പ്രതിഫലമാണ് ഇന്ന് നല്ലവരായ ജനത്തിന്റെ മുമ്പിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിഫലം. ആ ധ്യാനത്തിലൂടെ ശരിക്കും ഒരു ചേഞ്ച് അങ്ങയുടെ ഉള്ളിൽ വന്നിരുന്നു. ഒരൊറ്റ വചനം, ദൈവം സ്നേഹിക്കുന്നു എന്നതല്ല എന്നെ ടച്ച് ചെയ്തത്. എന്നെ ടച്ച് ചെയ്തത് നിങ്ങളെക്കുറിച്ച് ദൈവം കരയുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ അമ്മ കരയുന്നത് മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ ഇരുന്നിട്ട്, ദൈവം മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവം കരയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം കോട്ട് ചെയ്ത് പറഞ്ഞു, 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. മനുഷ്യനെ കുറിച്ച് വേദനിക്കുന്നൊരു ദൈവം, ആ ദൈവത്തിന് പരാതി പറയണം മനുഷ്യനെ കുറിച്ച്. പക്ഷെ പരാതി പറയാൻ മനുഷ്യരാരും കിട്ടിയില്ല. അതുകൊണ്ട് ദൈവം താൻ സൃഷ്ടിച്ച ആകാശത്തെയും താൻ മെനഞ്ഞെടുത്ത ഭൂമിയെയും നോക്കിക്കൊണ്ട് പരാതി പറഞ്ഞ് കരയുന്നൊരു വചനമാണെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ആ വചനം പറഞ്ഞു അച്ഛൻ, ആകാശമേ ശ്രവിക്കണേ, ഭൂതലമേ ചെവി തരണേ, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുക. ഒരു കാളയ്ക്ക് പോലും അതിൻ്റെ ഉടമസ്ഥൻ അറിയാം, ഒരു കഴുതയ്ക്ക് അതിൻ്റെ യജമാൻ്റെ തൊഴുത്തറിയാം, പക്ഷെ എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. ജീവിതത്തിൽ ആദ്യമായിട്ട് വചനം കേട്ടിട്ട് ഇങ്ങനെ കരയാൻ തോന്നി എനിക്ക്. അവിടെ വെച്ച് എൻ്റെ കരച്ചിൽ ആരംഭിച്ചു. എനിക്ക് തോന്നി ആളുകളൊക്കെ അറിയും. എനിക്കൊന്ന് പൊട്ടി കരയാൻ തോന്നി. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അന്ന് ആ ധ്യാന മന്ദിരത്തിൻ്റെ മുമ്പിൽ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ ചെന്നിരുന്ന് ആ സിമെന്റ് ബെഞ്ചിലിരുന്ന് ഞാൻ വാവിട്ട് കരഞ്ഞു. ഒത്തിരി, ദൈവമേ, എന്നെക്കുറിച്ചല്ല നിന്റെ ആ കരച്ചില്. എനിക്ക് വേണ്ടി മരിച്ച നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ തമ്പുരാനെ. ഞാനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെങ്ങള് എന്നെ ധ്യാനമന്ദിരത്തിൽ കാണുന്നില്ല, മുറിയിൽ ചെന്ന് നോക്കി, അവിടെ ഇല്ല. അവള് പറഞ്ഞതാ. അവസാനം ചുറ്റും നോക്കിയപ്പോൾ ഞാനിരുന്ന് കരയുക. ഇവളെ കണ്ടപ്പോൾ എൻ്റെ സങ്കടം ഒന്നുകൂടി കൂടി. ഞാൻ ചെന്ന് എൻ്റെ പെങ്ങളെ അന്ന് കെട്ടിപ്പിടിച്ചു. നിന്നെ മുറിയിലിട്ട് പൂട്ടിയിട്ടത് ഈ ദൈവത്തെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞിട്ടാ. സോറി, എനിക്ക് മാപ്പ് തായോ. ഞാൻ നോക്കുമ്പോൾ അവൾ എന്നേക്കാൾ കൂടുതൽ കരയുക. ഞാൻ പറഞ്ഞു, നീ എൻ്റെ ബാഗ് കൊണ്ടുവരണം, ഡ്രസ്സ് കൊണ്ടുവരണം, എനിക്ക് 5 ദിവസം ഇവിടെ ഇരിക്കണം, എൻ്റെ ഈശോയെ കുറിച്ച് അറിയണം, 10 മിനിറ്റ് പോരാ എനിക്ക്. അങ്ങനെയാണ് ഞാൻ അന്ന് ആ ധ്യാനത്തിൽ മനസ്സിനൊരു മാറ്റം ഉണ്ടായി. മനസ്സിലൊരു ആഗ്രഹം വന്നു, എൻ്റെ ദൈവത്തെ പ്രസംഗിക്കണം. പക്ഷെ എനിക്ക് സഭാകമ്പ 4 ആളുടെ മുമ്പിൽ നോക്കുമ്പോൾ എൻ്റെ മുട്ട് കൂട്ടിയിടിക്കും. എല്ലാ പാപങ്ങളും എഴുതി കുമ്പസാര കൂടിൻ്റെ മുമ്പിൽ ചെന്ന്, അന്ന് ആന്റണി അച്ഛൻ തന്നെയാണ് കുമ്പസാരിപ്പിക്കുന്നത്, അച്ഛനോടെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു. പൊട്ടിക്കറിയായിരുന്നു ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞൊരു വാചകം എന്നെ ആശ്വസിപ്പിച്ചു. മോനെ, നിന്റെ പാപത്തേക്കാൾ വലുതാണടാ ദൈവത്തിൻ്റെ കരുണ. നീ വിഷമിക്കണ്ട.
നിന്നെ ദൈവത്തിന് വേണം, നീ വചനം പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞ അച്ഛാ, 4 ആളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ മുട്ട് കൂട്ടിയിടിക്കും, എനിക്കൊന്നും അറിയില്ല അച്ഛാ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പിന്നീട് അച്ഛൻ പോകുന്ന ധ്യാനത്തിനൊക്കെ എന്നെ സാക്ഷ്യം പറയാൻ നിർബന്ധിക്കും. ഞാൻ എൻ്റെ പെങ്ങളുടെ കൂടെ പോവും. പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ജനത്തെ കാണുമ്പോൾ മുട്ട് കൂട്ടിയിടിക്കും, പേടി, വയർക്കും. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ പേര് തൃശ്ശൂര്, എൻ്റെ വീട് സണ്ണി എന്ന് പറഞ്ഞു. നമുക്ക് അത്രയും സഭാകമ്പത്തിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് പോലും കിട്ടുന്നില്ല. എൻ്റെ പേര് തൃശ്ശൂർ, എൻ്റെ വീട് സണ്ണി എന്ന സ്ഥലത്താന്ന് പറയും. ജനരുന്ന് ചിരിക്കും. ഒന്നുകൂടി ഭയം കൂടേണ്ട. അയ്യോ, എൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് സണ്ണി, എൻ്റെ പേരാണ് തൃശ്ശൂർ എന്ന് വീണ്ടും തെറ്റി പറയും. ജനം ആർത്ത് ചിരിക്കും. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ ഈശോ എന്നെ തൊട്ടു, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ സാക്ഷ്യം തീർന്നു. വേഗം ഞാൻ ഓടി വരും. എല്ലാ സംഗീതത്തിലും ഉണ്ടൊരു കുരിശുരൂപം. അന്ന് ആദ്യമായിട്ട് ഇത് പറഞ്ഞ ആ പള്ളിയിൽ ആ കുരിശുരൂപം എടുത്ത് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ആ കുരിശിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. എൻ്റെ പേര് തൃശ്ശൂരിന്നാ? ഞാൻ തെറ്റി പറഞ്ഞില്ലേ? ഞാൻ നാണം കേട്ടില്ലേ? അന്നൊക്കെ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നും, മോനെ, എനിക്ക് വേണ്ടി നാണം കിടന്നവനെ ഞാൻ ഉയർത്തുടാ. ഇന്ന് ഹിന്ദി ധ്യാനിപ്പിക്കാൻ പോവാ. ഇന്ന് വലിയ വലിയ ധ്യാനങ്ങൾക്ക് വൈദികർ, ഇപ്പൊ കഴിഞ്ഞ മാസം ഗുവാഹട്ടി എന്ന സ്ഥലത്ത് 50ഓളം അച്ഛന്മാർക്കുള്ള ധ്യാനം ഞാനും വേറൊരു അച്ഛനെ ധ്യാനിപ്പിച്ച. എല്ലാ ദിവസവും ആരാധന, ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സുകൾ. അന്നൊക്കെ ഞാൻ ഓർക്കും, ആ വേദിയിൽ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ, ദൈവമേ, എൻ്റെ പേര് തൃശ്ശൂര്, എൻ്റെ വീട് സണ്ണി. ദൈവത്തിന് വേണ്ടി നാണം കെട്ടവരെ ദൈവം ഉയർത്തും. അന്ന് തൊട്ട് ഇങ്ങനെ ഒരു മാനസാന്തരത്തോടു കൂടി ഇങ്ങനെ ഒരു സുവിശേഷ വേല ആരംഭിച്ചു. ഈ നോർത്ത് ഇന്ത്യ തെരഞ്ഞെടുത്തു, ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും. അവിടെയൊക്കെ പോയി അവിടെയുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ അവർ വളരെ ഹൃദയപൂർവ്വം നമ്മൾ പറയുന്നതൊക്കെ സ്വീകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഈ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളൊക്കെ അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ കേരളത്തിൽ ഒത്തിരി ധ്യാനങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട്. കുറേ ധ്യാന മന്ദിരങ്ങൾ തൃശ്ശൂരൊക്കെ ഉണ്ട്. പല കൺവെൻഷനുകളും, കേരളത്തിലെ വലിയ വലിയ കൺവെൻഷനൊക്കെ ദൈവം നിർത്തി. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു സത്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവിടെ സംഭവിക്കുക. അത് ദൈവജനം അവര് വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി അടയാളം കൊടുക്കുക ദൈവം. പ്ലസ് അവരത് അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതെ അത് തിരിച്ചു വരില്ല. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം അവർ ശരിക്കും വിഴുങ്ങുക. അത് വചനം മാംസമായി അവരുടെ ഉള്ളിൽ കയറുക. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ അത്ര പാരമ്പര്യമൊന്നുമില്ല. അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല യേശുവിനെ അറിഞ്ഞിട്ട്. പക്ഷേ അവരുടെ വിശ്വാസം സ്ട്രോങ്ങാണ്. അതിനൊരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഒറീസയിലെ കാണ്ടമാൽ ജില്ല. ഒത്തിരി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, യേശുവിൻ്റെ നാമം പറഞ്ഞതിനും വിശ്വസിച്ചതിനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇന്ന് ഇപ്പൊ ഞാൻ ഏതാണ്ട് ഇന്ത്യയിൽ ഒരു സ്ഥലത്തൊക്കെ പോകുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഇപ്പൊ നാളെ സെമിനാരിയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയി, നാഗാലാൻഡ് സെമിനാരിയിൽ 3 ദിവസത്തെ ധ്യാനം. ഞാൻ അവിടെ ചുമ്മാ അവരോട് ചോദിച്ചു, ഓരോരുത്തരും നാടെവിടെയാന്ന്. 70% പേരും ഈ കാണ്ടമാൽ ജില്ല എന്നാ. അത്രയും വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. നാളെ ടാറ്റാ നഗർ സിസ്റ്റേഴ്സിന്റെ ഒരു കോൺഗ്രിഗേഷന് വേണ്ടി ധ്യാനം നടത്തി. അവിടെ ഞാൻ ചോദിച്ചു, അവിടെയും ഏറിയ പങ്കും ഈ കാണ്ടമാൽ ജില്ല എന്നാണ് ഒറീസ. ശരി, അതെന്തായിരിക്കും അതിന്റെ റീസൺ? അത് ദൈവത്തിന്റെ ഒരു പ്രവചന. കർത്താവ് പറഞ്ഞില്ലേ, പീഡിപ്പിക്കും തോറും അവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. സഭേനെ പീഡിപ്പിച്ചാൽ സഭയുടെ അംഗങ്ങൾ കുറയല്ല ചെയ്യുക, അത് കൂടും. വിശ്വാസികളുടെ സമൂഹം കൂടിക്കൊണ്ടിരിക്കും. ഇത് വലിയൊരു സത്യ. ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യം അത്. കാണ്ടമാൽ ജില്ലയിൽ ഇപ്പൊ വൈദികർ ധ്യാനത്തിന് ചെന്നപ്പോഴും കൂടുതലും കാണ്ടമാൽ ജില്ല, ഒറീസ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ശരിക്കും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളില്
ക്രൈസ്തവരുടെ എണ്ണം വളരെ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് അരുണാചൽ പ്രദേശില് മിയാവ് രൂപതയില് ഒരു വില്ലേജില്, ഒരു കാട്ടിലൊരു വില്ലേജ്, ആ വില്ലേജിൽ ധ്യാനിപ്പിക്കാൻ പോയി. ഈ പനയോല കൊണ്ട് മേഞ്ഞ പള്ളിയാ. നിലത്ത് കോൺക്രീറ്റ് ഒന്നുമില്ല, മണ്ണാണ്. അതുപോലെ മരത്തിന്റെ പട്ടികകൾ കൊണ്ടുവന്നിട്ടാണ് ബെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തം മുളയും പനയോലയൊക്കെ, തടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ അവിടെ ഫുള്ളാ, പള്ളി ഫുള്ള്. ആ വില്ലേജിൽ തന്നെ ഒരു 200ഓളം കുടുംബമുണ്ട്. 200ഓളം കുടുംബങ്ങളും യേശുക്രിസ്തുവിനെ അറിഞ്ഞവര്, യേശുവിനെ സ്വീകരിച്ചവരും ആ വിശ്വാസം ജീവിക്കുന്നവരാ. ഇന്ന് നോർത്തിലും നോർത്ത് ഈസ്റ്റിലൊക്കെ സംഖ്യ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് തോന്നുന്നു പണ്ട് ദാനിയേലച്ചൻ ഒരു പ്രസംഗം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ക്രിസ്ത്യാനിയെ നീ പീഡിപ്പിക്കാതിരിക്കുക നല്ലത്. ക്രിസ്ത്യാനിനെ നീ പീഡിപ്പിച്ചാൽ, ക്രിസ്ത്യാനിയെ നീ വേദനിപ്പിച്ചാൽ ക്രിസ്ത്യാനി വളരും. യേശു വിശ്വാസികളെ പീഡിപ്പിക്കും തോറും അത് വളർന്നുകൊണ്ടിരിക്കും സംഖ്യ. അതെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ചില അപവാദങ്ങളും ഉണ്ട്. ക്രൈസ്തവ പീഡനം നടന്ന് അവരെ ഉന്മൂലനാശം വരുത്തിയ സ്ഥലങ്ങളുടെ കഥകളും അല്ലെങ്കിൽ അതിന്റെ ചരിത്രങ്ങളും ഒക്കെ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ, ലെബനോൻ, ഈജിപ്റ്റ്, അപ്പൊ അവിടെയൊക്കെ പീഡനം നടന്നു. പിന്നീട് നാമാവശേഷമായി പോയി. അവിടെയൊന്നും കാര്യമായൊരു ഉയർത്തെഴുന്നേൽപ്പൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അത് അങ്ങനെ ഒരു വശം കൂടെ ഇതിലുണ്ട്. പക്ഷേ ഇന്ന സമയം പരിധി ഒന്നും ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. മാറ്റങ്ങൾ ഉണ്ടാവും, അതുറപ്പാ. യെസ്. അങ്ങനെ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് ബ്രദറെ അടുത്ത എപ്പിസോഡില് അങ്ങയുടെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തീവ്രമായ സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. ഒപ്പം തന്നെ അങ്ങയുടെ കുടുംബ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അതിനു മുമ്പ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക്, ഷെക്കാന ടെലിവിഷന്റെ പ്രേക്ഷകർക്ക് അങ്ങ് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ സന്ദേശം ഇതാണ്: ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റയല്ല സ്നേഹമുള്ളവരെ. എനിക്കാരുമില്ല എന്ന് നീ പറയരുത്. കാരണം നിനക്ക് വേണ്ടി ജനിച്ച് നിനക്ക് വേണ്ടി മരിച്ച ഒരു രക്ഷകനുണ്ട്, യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പിറന്ന ഈ ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ സത്യമായിട്ടും നമുക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ്. ആ രക്ഷകൻ ജീവിച്ച്, ആ രക്ഷകൻ നമുക്ക് വേണ്ടി മരിച്ച്, നമ്മുടെ ശാപമെല്ലാം ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഒരിക്കലും ശിക്ഷിക്കില്ല, ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശിക്ഷിക്കാനല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ശിക്ഷിക്കില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, പാപം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയില്ലേ? ജെറമിയ 2:19, നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നു കഴിഞ്ഞു, യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പിറന്നിട്ടുണ്ടെങ്കിൽ ആ യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഒരിക്കലും തളരരുത്. ഈ ലോകം മുഴുവൻ നമ്മളെ കൈവിട്ടോട്ടെ, ആര് നമ്മളെ എതിർത്തോട്ടെ, പക്ഷെ നിനക്ക് വേണ്ടി നിന്റെ ദൈവം തൻ്റെ മകനെ അയച്ചിട്ടുണ്ട്, യേശുക്രിസ്തു. ആ ഈശോയുടെ സന്തോഷം നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ആനന്ദിക്കാം. നമ്മുടെ ദുഃഖങ്ങളെല്ലാം, നമ്മുടെ കണ്ണീരെല്ലാം മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.